കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു ഗുഡ് മോർണിംഗ് ടീ നിങ്ങൾ കൂടി ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് വെച്ചാൽ കേട്ടോ. അപ്പം എൻ്റെ ഒപ്പം നിങ്ങളും ചായ കുടിക്കാൻ ഞാൻ ഒരു കപ്പ് ചായ നിങ്ങൾ കൂട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചായ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ട് പുതിയ മൊബൈലിനുള്ളൊരു ചെക്കിങ് നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ. പുതിയ മൊബൈൽ കൊണ്ട് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞു തരണേ. അപ്പം രാവിലെ തന്നെ ഇച്ചിരി ധൃതിയിലുള്ള പണികളൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കണം, പിന്നെ സാമ്പാർ ഉണ്ടാക്കണം. സാമ്പാറിന് തേങ്ങ കേട്ടോ വറുത്തരച്ച് വെക്കാനാണ്. അതിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് പാകാക്കി അതും വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയൊന്ന് വറുത്തരയ്ക്കണേ. അപ്പോൾ വറുത്തരച്ചൊരു സാമ്പാറും, പിന്നെ കഷ്ണങ്ങൾ കുറവായിരുന്നു കേട്ടോ, എന്നാലും ഉള്ള കഷ്ണം വെച്ചൊരു സാമ്പാറേ. അമ്മ ഇതിലെ 2 കരിയാപ്പില എടുത്ത് തരുമോ? അമ്മ കരിയാപ്പില അപ്പോൾ അമ്മ അവിടെ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. അമ്മയോട് 2 തണ്ട് കറിവേപ്പില എടുത്തു തരുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജനലിൽ കൂടി കേട്ടോ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും വിളിച്ച് പറയാറ് 2 കറിവേപ്പില എടുത്തതാണെന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ. എനിക്ക് ഈ കിച്ചൻ്റെ അടുത്തുനിന്ന് ഒന്ന് പുറത്തേക്ക് പോകണേൽ സാധനം അപ്പോഴത്തേക്ക് എന്തെങ്കിലും കരിഞ്ഞ് എന്തെങ്കിലും ആയിപ്പോവും. ആ സമയം എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഒരു 2-3 മണിക്കൂർ നേരെ ഇവിടെ തന്നെ നിന്നുള്ള തകൃതി താളം കേട്ടോ. അത് ചവിട്ടൽ തന്നെയാണ് എല്ലാ ദിവസത്തെയും പരിപാടി കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിന്നറും ഒക്കെ ലഞ്ചൊക്കെ പാക്ക് ആക്കണ്ടേ, അതുകൊണ്ടാട്ടോ. അപ്പം വെളിച്ചെണ്ണയിലാണ് നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാട്ടോ കുറച്ച് താമസം. നമ്മൾ എന്തായാലും രാവിലെ തേങ്ങയൊക്കെ വറുത്തരച്ച് ഒരു കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് താമസവും ഒക്കെ ഉണ്ടാവൂലേ. പിന്നെ അതുമല്ല ഇന്നൊരു മൾട്ടി ടാസ്ക് ആട്ടോ. 2 ചായക്കടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് ചപ്പാത്തിയും പരത്തുന്നുണ്ട് കേട്ടോ. അപ്പം കണ്ടില്ലേ, അതിനകത്തേക്ക് കഴുകിയതായിരുന്നു കേട്ടോ ഉള്ളി. ആ കഴുകി വെച്ച ഉള്ളിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതെൻ്റെ കയ്യിലേക്ക് പൊട്ടിത്തെറിച്ച കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ആദ്യം ഇട്ട് കൊടുക്കും. അത് ഉലുവയും കുറച്ച് കുരുമുളകും പിന്നെ 2 മണി ചെറുജീരകവും എല്ലാം കൂടി ഇട്ടിട്ടാണ് ഞാൻ സാമ്പാർ പൊടിക്ക് പകരം ഇതൊക്കെ ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിലേക്ക് എല്ലാം ചേർത്ത് കൊടുക്കും. പിന്നെ ഈ കറിവേപ്പില മേടിച്ചില്ലേ, ഇതും ഞാൻ ഇതിനകത്തേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ കൂടി ചേർത്ത് നമുക്ക് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ ഞാൻ വേറെ വീഡിയോസിൽ നല്ലോണം വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നല്ല വറുത്തരച്ച് സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇതിനകത്ത് ഇത്തിരി ഏറെ ചേർത്താൽ നല്ല കേട്ടോ ഇങ്ങനെ തേങ്ങ വറക്കുന്നതിനകത്ത്. പിന്നെ വേണമെങ്കിൽ ഉഴുന്നുപരിപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ വറുത്തരച്ചൊരു സാമ്പാറാട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ കണ്ടില്ലേ, നല്ല നമ്മൾ എത്ര തീ കുറച്ച് നേരം നിന്ന് ഇളക്കി ഇരുന്ന് പെട്ടെന്ന് തീ കത്തിച്ചെടുക്കുന്നതിൽ നല്ലത് അതാട്ടോ. അപ്പോൾ അങ്ങനെ എടുത്താൽ സാമ്പാർ നല്ലതായിരിക്കുമേ. പിന്നെ അത് കണ്ടില്ലേ, അത് ഉപ്പുമാവിനുള്ളൊരു കൂട്ടം, പിന്നെ സാമ്പാറിനുള്ള പുളി പിഴിഞ്ഞു വെച്ചത്, പിന്നെ ചപ്പാത്തി മാവിന് കുഴച്ചത്, ഇതൊക്കെയാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇതൊക്കെ ഒന്നിച്ചൊന്നിച്ച് ചെയ്യുന്നതായുണ്ട് കേട്ടോ, ഒന്നിച്ചെടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പം ഇത് കണ്ടില്ലേ, തേങ്ങ ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പെരിങ്കായം കേട്ടോ. ഈ പെരിങ്കായം ഞാൻ എന്ത് ചെയ്തു എന്നറിയാവോ, ഒന്നിലും ഇടുന്നില്ല, അരക്കുന്നതിലും ഇടുന്നില്ല. കുറച്ച് അതിനകത്തേക്ക് ഞുള്ളി കവർ പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത്. ഇതിനകത്തേക്കാണ് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് പച്ചക്കറിയുടെ കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് വിസിലടിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ചേർന്നോളും, കായത്തിൻ്റെ ചുവയും കിട്ടിക്കോളൂ കേട്ടോ. ഇതിൽ ഞാൻ അരക്കുന്നതിൽ ചേർക്കുന്നില്ല. ഈ അരക്കുന്ന എന്താ വെച്ചാൽ ഈ പുളി പിഴിഞ്ഞ് വെച്ചിട്ടാണ് ഈ നമ്മുടെ സാമ്പാർ കൂട്ട് നമ്മുടെ തേങ്ങ വറുത്തരയ്ക്കുന്നത് കേട്ടോ. അപ്പം ഒരു വെളുപ്പ് കളറ് വരികയില്ല, അതിന് പകരമായിട്ടോ ഈ പുളി പിഴിഞ്ഞൊഴിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ കേട്ടോ. ശരിക്കും നല്ലോണം ഓയിൽ ചേർത്ത് എടുത്താൽ നമുക്ക് ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട, നല്ല തേങ്ങ നമുക്ക് വറുത്തരയ്ക്കുക തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ തേങ്ങയ്ക്ക് നിറം മാറിപ്പോകില്ലെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ. എന്നാൽ അല്ലെങ്കിൽ സാമ്പാറിന് നല്ല നിറം കിട്ടൂല കേട്ടോ. അപ്പം ഞാൻ അത്രയും നല്ലോണം കെയർ ചെയ്ത് മൂപ്പിച്ച തേങ്ങയായതുകൊണ്ട് കണ്ടില്ലേ നല്ല കിലിക്കിലാന്നിരിക്കുന്ന. അതുപോലെ ഞാൻ തീ കുറച്ചിട്ടിട്ട് വളരെ നേരം നിന്ന് വറുത്ത തേങ്ങ കേട്ടോ. അപ്പം നിറം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ച് അരയ്ക്കുന്നത്.
പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. ക്യാമറയ്ക്ക് ഞാൻ വ്യക്തമായിട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇതിൽ നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടില്ല, ഇതിന് കേസൊന്നും ഇട്ടിട്ടില്ല. എല്ലാം ഇട്ട് കഴിയുമ്പോൾ നമ്മളിത് ഉപയോഗത്തിന് സ്റ്റാൻഡിലൊക്കെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് കൈ പിടിച്ചും അങ്ങനെയൊക്കെ എടുത്ത് സ്റ്റാൻഡിലധികം വെക്കത്തില്ല. പിന്നെ ഒത്തിരി പിടിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് വീഡിയോ നല്ല വ്യക്തമായിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത്. എന്തായാലും മൊബൈലിന് നല്ല ക്ലാരിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നല്ലോണം കാണുന്നുണ്ട് പുറമേ നിന്നൊക്കെ. നമുക്ക് 1 2 3 സ്റ്റെപ്പായിട്ട് നമുക്ക് സൂമിങ്ങിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ഉപ്പുമാവിന് വെള്ളം ഒഴിച്ച് വെച്ചു. ഈ റോസ്റ്റഡ് റവയാട്ടോ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. അപ്പം ഞാൻ ചെറിയ ചെറിയ പാക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനും നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പുമാവൊക്കെ ഇവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ. അപ്പം രാവിലെ ഉപ്പുമാവ്, പിന്നെ കണ്ടില്ലേ ഗോതമ്പിന് കുഴച്ച് വെച്ചേക്കുന്നത്, പിന്നെ സാമ്പാർ, പിന്നെ മുട്ട ഡയറ്റ് മുട്ടയാട്ടോ. ഇതൊക്കെ തന്നെയാട്ടോ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പം ഉപ്പുമാവ് ഇളകിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കഷ്ണം എൻ്റെ താഴേക്ക് ചാടിപ്പോയിട്ട് തിരക്കല്ലേ. അപ്പോൾ ഉപ്പുമാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചപ്പാത്തിയും കൂടി അപ്പോഴത്തേക്ക് അമ്മയും കൂടി വന്നൊന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ. ക്യാരറ്റ് മുട്ട പൊരിക്കാനാണ്. ക്യാരറ്റ് മുട്ട 2 മുട്ട 3 മുട്ടയാണ് ശരിക്കും ചേർക്കേണ്ടത്. 2 മുട്ട ഒരു മുട്ട ഉണ്ണിക്കും 2 മുട്ട ഉണ്ണിയില്ലാതെ അങ്ങനെയൊക്കെയായിരുന്നു പൊരിക്കുന്നത്. പക്ഷെ മുട്ട ഇത്തിരി കുറവായിരുന്നു. അതുകൊണ്ട് 2 മുട്ട എടുത്തിട്ട് ഈ ക്യാരറ്റ് മുട്ട ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ക്യാരറ്റ്, ടൊമാറ്റോ, കുറച്ച് പച്ചമുളക്, ഇനി വേണേൽ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്ത് അതൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാർ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓരോന്നും അല്ല കേട്ടോ കാണിക്കുന്നത്. എല്ലാം കൂടി നമ്മൾ പല ജോലികളിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പല ജോലികളും ഇടയ്ക്കിടയ്ക്കാട്ടോ ചെയ്യുന്നത്. ഓരോന്നും സ്പെഷ്യലൈസ് ചെയ്ത് എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ പല ജോലികളുടെ ഇടയ്ക്ക് കൂടിയാട്ടോ ഓരോ ജോലിയും ചെയ്ത് തീർക്കുന്നത്. അപ്പം സാമ്പാറിന് കുറച്ച് സാമ്പാർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ ചേർക്കും, ചിലപ്പോൾ ചേർക്കാറില്ല. ഇന്ന് ഞാൻ കുറച്ച് സാമ്പാർ കൂടി ചേർത്ത് കൊടുത്തു കണ്ടോ. അപ്പോൾ കുറഞ്ഞ കഷ്ണം കൊണ്ട് തക്കാളിയൊക്കെ നമ്മൾ തൊലിയെത്തി നല്ല സൂപ്പർ തക്കാളി ഒക്കെ ചേർത്ത് നല്ല സൂപ്പർ സാമ്പാറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായി. നമുക്ക് ചോറിനും വേറെ ഒന്നും വേണ്ട കേട്ടോ സാമ്പാറുണ്ടെങ്കിൽ. അങ്ങനെ ഇത് കണ്ടില്ലേ ചപ്പാത്തി, ഈ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കണം. ഇതൊക്കെയാട്ടോ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ സാമ്പാറൊക്കെ ഇതാ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പൊരിക്കാൻ പോയത് ക്യാരറ്റ് മുട്ടയാട്ടോ. ക്യാരറ്റ് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഇത് ഒരു രസമായിട്ടോ. ഇത് എനിക്ക് മറിച്ചിടാൻ പറ്റാതെ ആയിപ്പോയിട്ടോ. ഞാൻ സാധാ മറിച്ചൊക്കെ ഇടുന്നതാണ്. പക്ഷേ എൻ്റെ ചട്ടകം അതിൽ കുടുങ്ങിപ്പോയിട്ട് ഒറ്റ മറിക്കുന്നതായിരുന്നു. എന്തോ ഒന്ന് പേടിച്ചുകൊണ്ടാണോ എന്താണെന്നറിയില്ല, മറിഞ്ഞ് കിട്ടിയില്ല കേട്ടോ. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും മുറിച്ച് വേണ്ട നമ്മൾ പാത്രത്തിൽ വെക്കാൻ, അതുകൊണ്ട് കുഴപ്പമില്ല, ഇന്നത്തേത് ചിലപ്പോൾ ഇങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അത് എനിക്ക് ചട്ടകം കൊണ്ട് പോറുവോ ചട്ടി പോറുവോ എന്നുള്ളൊരു പേടി കൊണ്ടാട്ടോ. അല്ലെങ്കിൽ അത് മറിച്ചിടാൻ പറ്റിയിരുന്നേനെ കേട്ടോ. അപ്പം നമ്മുടെ ക്യാരറ്റ് മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സാമ്പാറിന് കടുകൂടി പൊട്ടിച്ച് കഴിഞ്ഞ് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ഒരു തിരക്ക് കുറച്ചൊന്ന് ഒഴിയുക കേട്ടോ. പിന്നെ മീനോ കറി അങ്ങനെയൊക്കെ നമ്മൾ ചിക്കനോ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലത്തെ ഈ ഒരു തിരക്കും ഈ പെടാപ്പാടും ഒക്കെ ഇവിടെ കഴിയാണ്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് മുട്ടയൊക്കെ റെഡിയായി. ഇനി ഇതൊക്കെ ഒന്ന് പാത്രത്തിലൊക്കെ എടുത്ത് വെക്കുക കേട്ടോ ചെയ്യുന്നത്, മോൻ്റെ പാത്രത്തിൽ. അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോറ് കുറേ ബാലൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. ചോറ് നമുക്ക് ഇത് കഴിച്ചാൽ വിശപ്പ് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ സാമ്പാറിന് കടുവൊക്കെ പൊട്ടിച്ച് സാമ്പാറൊക്കെ റെഡിയായി. അപ്പോൾ ഇതൊക്കെയുള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ കടുവൊക്കെ പൊട്ടിച്ച് ഈ സാമ്പാറിൻ്റെ ഇതിലേക്ക് കുറച്ച് കരിയാപ്പില ചെറിയുള്ളി ഇട്ടാൽ കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് കടുവൊക്കെ പൊട്ടിക്കേണ്ടതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞത് വൈൻഡപ്പ് ചെയ്യാമെന്ന് ഞാൻ ചിലപ്പോൾ പറഞ്ഞു തീരുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ അങ്ങ് കട്ടായി പോയല്ലോ എന്ന് വിചാരിച്ചാട്ടോ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കടുക് പൊട്ടിക്കലോടെ എൻ്റെ വീഡിയോ ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റി സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച് ചിൽഡ്രൻ. ടേക്ക് കെയർ.